തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്വർണ്ണക്കടത്ത് മുതൽ ഇ.ഡി. അന്വേഷണം വരെ രാഷ്ട്രീയ ചർച്ചയായി മാറുകയാണ്. കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രിയാകട്ടെ ദേശീയ രാഷ്ട്രീയം വിട്ട് സഹകരണ മേഖല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. മോദി ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് അതേ നാണയത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും തിരിച്ചടിച്ചത്. കൊണ്ടും കൊടുത്തും പ്രസംഗവേദികളിൽ ചൂട് കൂടുകയാണ്. പലതവണ കേരളത്തിലെത്തിയ പ്രധാനമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രചരണ പരിപാടിയിലും കരിവന്നൂരും കരിമണലും സ്വർണ്ണക്കള്ളക്കടത്തും ചർച്ചയാക്കി. കരിവന്നൂരിലെ സഹകാരികളുടെ വോട്ട് ലക്ഷ്യമിട്ട് അല്പമൊന്ന് മുന്നോട്ട് കടന്ന് ഇ.ഡിയെ സംരക്ഷിച്ച് കയ്യടി നേടി. കരിവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇ.ഡി പിടിച്ചെടുത്ത തുക നിക്ഷേപകർക്ക് തിരികെ നൽകുമെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ഉറപ്പ്. ഒന്നുകൂടി വോട്ടുറപ്പിക്കാൻ സ്വർണ്ണക്കടത്തിലെ മുഖ്യമന്ത്രിയുടെ പങ്കും CMRL മാസപ്പടിയുമായി ബന്ധപ്പെട്ട ഇ.ഡി നടത്തുന്ന അന്വേഷണവും ആയുധമാക്കി. कुरुवन्नूर कोऑपरेटिव बैंक स्कैम लेप की लूट का एक ऐसा उदाहरण है। हर कोई जिससे परेशान है। जिस बैंक में गरीबों ने, मध्यम वर्ग ने अपनी मेहनत के सैकड़ों करोड़ रुपए जमा किए थे, उस बैंक को CPM के लोगों ने पूरी तरह लूट कर कंगाल कर दिया. തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകുന്ന ചൂടൻ മറുപടികളും ശ്രദ്ധേയമാവുകയാണ്. കേരളത്തിൽ മാത്രമല്ല രാജ്യമൊട്ടാകെ ഇ.ഡിയുടെ വേട്ട തുടരുകയാണ്. കരിവന്നൂരിലെ തട്ടിപ്പുകാരെ സംരക്ഷിക്കില്ല എന്ന ഉറപ്പാണ് തൃശ്ശൂരിലെത്തിയപ്പോൾ മുഖ്യമന്ത്രി നൽകിയത്. സർക്കാരിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കി കഴുത്തുഞ്ഞിരിക്കാനാണ് കേന്ദ്ര ശ്രമമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ സഹകരണ മേഖലയോട് BJPക്ക് അതിൻ്റേതായൊരു നിലപാടുണ്ട്. കേരളത്തെ തകർക്കുക എന്ന നിലപാടിൻ്റെ ഭാഗം തന്നെയാണ്. എന്തുകൊണ്ടോ ഒരു കടുത്ത വിരോധപരമായ സമീപനമാണ് കേരളത്തോട് BJP സ്വീകരിച്ചു വരുന്നത്. ആ വഴിതെറ്റിയ നിലപാട് സ്വീകരിക്കുന്നവരോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വകുപ്പിന്റെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകാറില്ല. എല്ലാ ഘട്ടത്തും എല്ലാ കാലത്തും അത്തരം വഴി തെറ്റിപ്പോകുന്നവർക്കെതിരെയുള്ള കടുത്ത നടപടിയിലേക്ക് വകുപ്പ് കടന്നിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. വിവാദ വിഷയങ്ങളിൽ ഇടപെടാതെ പതുങ്ങിയിരുന്ന് മുഖം രക്ഷിക്കാനാണ് കോൺഗ്രസ് ശ്രമം. BJPയും CPMും പരസ്യമായി ഏറ്റുമുട്ടുമ്പോൾ ഫലം തങ്ങൾക്ക് കിട്ടുമെന്ന പ്രതീക്ഷയും കോൺഗ്രസിനുണ്ട്. എന്നാൽ കേരളത്തിലെത്തിയ രാഹുൽ ഗാന്ധിയാകട്ടെ മോദിക്കൊപ്പം സംസ്ഥാന സർക്കാരിനെയും കണക്കിന് വിമർശിക്കുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ ദേശീയ നേതാക്കളെത്തുമ്പോൾ വാദപ്രതിവാദങ്ങൾ കൂടുതൽ ശക്തി പ്രാപിക്കാനാണ് സാധ്യത. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.